അവൾ എന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ഞാൻ ചുറ്റും നോക്കി. ആരൊക്കെയോ ഞങ്ങളെ നോക്കുന്നുണ്ട്. അത് പിന്നെ നാട്ടിലെ പൊതുകവലയിൽ വെച്ച് ഒരു ആണും പെണ്ണും കെട്ടിപ്പിടിച്ച പിന്നെ ആരാ നോക്കാത്തത്? എടാ, നീ ഇന്ന് രാത്രി വീട്ടിൽ വരണം. അച്ഛനും അമ്മയും 10 മണി കഴിയുമ്പോൾ ഉറക്കമാകും. നീ മുറ്റത്ത് തന്നെ നിന്നാ മതി. അടുക്കളവാതിൽ വഴി ഞാൻ പുറത്തേക്ക് വരാം. എടോ, ഇതൊക്കെ വേണോ? നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കിയാ പോരെ? ഹും, നിന്റെ പ്ലാൻ നോക്കിയിരുന്നാ ഞാൻ മുതുക്കിയാലൊന്നും നടക്കില്ല. അവൾ കഴുത്തിൽ കിടന്ന മാല ഊരി എന്റെ കയ്യിൽ തരുമ്പോൾ ആ സ്വർണ്ണമാലയ്ക്ക് കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. ഇത് പണയം വെച്ചോ വിറ്റോ, നമുക്കിന്ന് രാത്രി തന്നെ ബോർഡർ കടക്കണം. കേരളത്തിന് പുറത്തെവിടെയെങ്കിലും പോയി ഒന്ന് സെറ്റിൽ ആവാം. അത്രയും പറഞ്ഞ് എന്നെ ഒന്നുകൂടി ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവൾ യാത്ര പറഞ്ഞു പോയി. ഞങ്ങളുടെ സ്നേഹവും യാത്ര പറച്ചിലും എല്ലാം കണ്ട് അരവിന്ദ് ഒരു മൂലയിൽ മാറി നിൽപ്പുണ്ടായിരുന്നു. എന്റെ ഉറ്റ ചങ്ങാതിയാണ് അരവിന്ദ്. എടാ, ഇത് എവിടെയെങ്കിലും ഒന്ന് പണയം വെച്ചിട്ട് കിട്ടുന്ന ക്യാഷ് എനിക്ക് വീട്ടിൽ കൊണ്ടു തരണം. ഞങ്ങൾ ഈ രാത്രി തന്നെ ബോർഡർ കടക്കും. എടാ, ഒളിച്ചോടാനാണോ നിന്റെ പ്ലാൻ? ഒന്നുകൂടൊന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലടാ. അവളുടെ വീട്ടിൽ എന്തായാലും സമ്മതിക്കില്ല. അപ്പോ ഇതല്ലാതെ വേറെ മാർഗമൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ മാല അവന്റെ കൈ കൊടുത്തിട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. വൈകുന്നേരമായപ്പോ അരവിന്ദ് വീട്ടിലേക്ക് വന്നു. ഡാ, ഇതേതായാലും എനിക്ക് പണയം വെക്കാൻ തോന്നിയില്ല. ഇത് നിന്റെ കയ്യിലിരുന്നോട്ടെ. തൽക്കാലം നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞുകൂടാനുള്ള ക്യാഷ് എന്റെ കയ്യിലുണ്ട്. ഇത് നീ വെച്ചോ. അത് കണ്ട സമയത്ത് സ്നേഹത്തോടെ ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ മറ്റാരുമില്ല എങ്കിൽ പോലും ദൈവം ചിലപ്പോ ഇങ്ങനെ ചില ചങ്ങാതിമാരെ തരും എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് കയറി. ശേഷം അച്ഛന്റെയും അമ്മയുടെയും കാല് തൊട്ടൊന്ന് തൊഴുതു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാൽ വാക്കുകൊടുത്ത പെണ്ണിനെ മറക്കാൻ അതെനിക്ക് കഴിയുകയുമില്ല. സ്വന്തം മകൻ ഒരു IAS കാരനാകും എന്ന സ്വപ്നം കണ്ട് കിടക്കുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ആ ഒരു സ്വപ്നം ഞാൻ നേടിയിരിക്കും. കുറച്ച് വൈകിയാണെങ്കിലും. അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടാണെങ്കിലും ഞാനത് നേടും എന്ന് മനസ്സിലുറപ്പിച്ചു. ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പടിയിറങ്ങി. LLB അവസാന വർഷ പരീക്ഷ എഴുതി നിൽക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛനും എന്നിൽ നല്ല പ്രതീക്ഷയായിരുന്നു. അതുപോലെ കുഞ്ഞുനാൾ മുതലേ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അധ്യാപകർക്കും നല്ല കാര്യമായിരുന്നു. അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്റെ വണ്ടി നിർത്തി ഞാൻ മതിലിന് സൈഡിലായി മാറി നിന്നു. നല്ല ഇരുട്ടാണ്. മുറ്റത്ത് കാണുന്ന വെളിച്ചമല്ലാതെ ബാക്കിയെല്ലാം കുറ്റാക്കൊരിട്ട്. എന്തോ ആ സമയം എനിക്ക് നല്ല ഭയം തോന്നി. ഞാൻ ആദ്യം തന്നെ മൊബൈൽ എടുത്ത് ഞാൻ എത്തിയെന്ന് അവൾക്ക് മെസ്സേജ് ഇട്ടു. മെസ്സേജ് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ സ്വിച്ച് ഓഫ്. ഷെടാ, ഇവിടുന്ന് എന്ത് ചെയ്യാണ്? സമയം എത്രയായി? ഞാൻ പതുക്കെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. ഞാൻ അവളെ കാണാൻ സ്ഥിരം വരാറുള്ള വഴിയിലൂടെ ഞാൻ വീടിന് മുകളിൽ കയറാൻ ശ്രമിച്ചു. മുൻപ് 2 പ്രാവശ്യം ആരും കാണാതെ ഞങ്ങൾ ഇതേ സമയം മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. സകല ധൈര്യവും മനസ്സിൽ വിടാതെ പിടിച്ചുകൊണ്ട് തുറന്നു കിടന്ന ബാൽക്കണിയുടെ ഡോർ വഴി ഞാൻ അവളുടെ മുറിയിലെ വാതിൽ നിന്ന് മുട്ടി. ഞാൻ കുറെ പ്രാവശ്യം അതേ പ്രവൃത്തി എന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഏതോ ഒരു സാധനം എന്റെ അശ്രദ്ധ മൂലം താഴെ വീണും പൊട്ടി. ഹേ, ആരാടത്? ദേ ഇവിടെ കള്ളം കയറിയിട്ടുണ്ട്. ആരൊക്കെയോ വിളിച്ചു കൊന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു വന്ന വഴി താഴേക്ക് ഇറങ്ങാൻ നിന്ന എന്റെ ഷർട്ടിന്റെ കോളറിൽ ഒരു ബലിഷ്ഠമായ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. അതവളുടെ അച്ഛനായിരുന്നു. അച്ഛനും കൊച്ചച്ഛനും മാമന്മാരും എല്ലാവരും ആ രാത്രിയിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ അവർ എന്നെ പിടിച്ച് മാറി മാറി തല്ലി. അടികൊണ്ട വേദനയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനും ഐശ്വര്യയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഞാൻ കള്ളനൊന്നുമല്ല. അത് കേട്ട സമയത്ത് തന്നെ അവിടെ കൂടി നിന്നവർ ഐശ്വര്യ വിളിച്ചു. നിനക്കറിയോനെ? ഒന്ന് തലകുനിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ അവൾ പറഞ്ഞു. ഇല്ല. അത് കേട്ടപ്പോൾ തന്നെ അടിയുടെ എണ്ണം കൂടി. പെട്ടെന്ന് എന്റെ പോക്കറ്റിൽ നിന്നും അരവിന്ദ് കൊണ്ടുതന്ന ഐശ്വര്യയുടെ മാല നിലത്തോട്ട് വീണു. പെട്ടെന്ന് അവളുടെ അച്ഛൻ അത് കയ്യിലെടുത്തിട്ട് എന്നെ ഒന്ന് തുറച്ചു നോക്കി. നീ മാല പൊട്ടിക്കും അല്ലടാ എന്ന് പറഞ്ഞ് എന്റെ കഴുത്തിൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി. മുറ്റത്ത് നിൽക്കുന്ന മൂവാണ്ടമാവിൽ കെട്ടിയിട്ട് വടിയും കമ്പും എല്ലാം ഉപയോഗിച്ച് മാറി മാറി എന്നെ തല്ലി. എന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് നാട്ടുകാരും ഒരുപോലെ കൂടി. കള്ളനാണെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരേ ഭാവം. പലരും മൂക്കിൽ വിരൽ വെക്കുന്നു, ദേഷ്യത്തോടെ നോക്കുന്നു. അന്ന് ആ കൂടി നിന്ന നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം സാക്ഷി നിർത്തി എനിക്ക് മറ്റൊരു പേര് വീണു. ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പോകാൻ റെഡിയാവുന്ന ഐശ്വര്യയെ അവളുടെ അച്ഛൻ കൈയോടെ പിടിക്കുന്നതും
എല്ലാവരെയും വിളിച്ചു വരുത്തി അവളെ ഉപദേശിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുത്തതും. നീ പോയാ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവമായിരിക്കും പിന്നെ കാണുക എന്നുകൂടി പറഞ്ഞപ്പോ പ്രണയിച്ച കാമുകനെ ആ ഒരു നിമിഷം അവൾ മറന്നു. അടുത്ത ദിവസം രാവിലെ അടികൊണ്ട് എന്നെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്നെ ആരും ഒന്ന് കാണാൻ വന്നില്ല. അച്ഛനും അമ്മയും കള്ളനായ മകനെ ഇനി വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒരിത്തിരി നേരം ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഗോപാലനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളും പോയി. ഞാൻ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അമ്മയോടും അച്ഛനോടും നടന്ന കാര്യങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും മകൻ കള്ളനായ ദുഃഖത്തിൽ അഭിമാനം നഷ്ടപ്പെട്ട രണ്ട് മാതാപിതാക്കൾ. ഇനി കുറച്ചു കാലം പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് വിചാരിച്ച് വീടിന്റെ മൂലയിൽ തന്നെ ഇരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഐശ്വര്യയുടെ അച്ഛൻ എന്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് നിങ്ങളുടെ മകനെ ഒന്ന് കാണണം. ശേഷം അയാൾ ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് വന്നു. എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മാല എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എടാ മോനെ, നീ കളിക്കല്ലേ. 3 പവന്റെ സ്വർണ്ണമാല മാറ്റി മുക്കുപണ്ടമാണോടാ കൊണ്ടുവന്ന് എറിഞ്ഞത്. നിനക്കിതെന്റെ മോള് തന്നാണെന്ന് എനിക്കറിയാം. നീ കള്ളനല്ലെന്നും എനിക്കറിയാം. നീ വേല ഇറക്കാൻ നിന്നാലുണ്ടല്ലോ, നിനക്കെന്നെ അറിയാലോ. അന്നത്തെ പോലൊന്നും ആയിരിക്കില്ല. 2 ദിവസം മാത്രം നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ മാല എന്റെ കൈ കൊണ്ടു തന്നില്ലെങ്കിൽ നീ അടുത്ത സൂര്യോദയം കാണില്ല. ഞാൻ അയാൾ വലിച്ചെറിഞ്ഞ മാലയൊന്ന് എടുത്തു നോക്കി. ഐശ്വര്യയുടെ കഴുത്തിൽ കിടന്നപ്പോൾ ഉള്ള തിളക്കം ആ മാലയ്ക്കിപ്പോ ഇല്ല. അരവിന്ദ്, അവൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കപട ലോകം, ചതിയന്മാരുടെ ലോകം. അവനും അവളും എല്ലാവരും എന്നെ ചതിച്ചു. എന്റെ സകല ദേഷ്യവും മനസ്സിൽ കലിതുള്ളി തുടങ്ങിയപ്പോൾ വണ്ടിയെടുത്ത് നേരെ പോയത് അരവിന്ദിന്റെ വീട്ടിലേക്കായിരുന്നു. ഞാൻ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ, ഇവിടെ കള്ളന്മാർക്ക് എന്താ കാര്യം? ഇനി ഇങ്ങോട്ടുള്ള വരവും പോക്കൊന്നും വേണ്ട. അരവിന്ദിന്റെ അമ്മ അത് പറയുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമം. കള്ളൻ ഞാനല്ല തള്ളേ, നിങ്ങളുടെ മോനാണ്. ഓടിച്ചെന്ന് മുറിയിൽ കയറിയവനെ എന്റെ കലി തീരുവോളം ഞാൻ ഇട്ട് പെരുമാറി. വേറെ ആര് ചെയ്താലും നീ എന്നോട് ചെയ്തു ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടാ. എടാ, എനിക്കൊരു ആവശ്യം വന്നോണ്ട് ഞാൻ എടുത്ത് മറിക്കേണ്ടി വന്നു. നീ എന്നോട് പൊറുക്കണം. ഈ ലോകത്ത് ആരോട് ക്ഷമിച്ചാലും നിന്നോട് ഇനിയില്ല. ചതിയനാണ് നീ, ചതിയൻ. അവന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് മാല എവിടാ? അലമാരയിൽ നിന്ന് സ്വർണ്ണമാല എടുത്തു തരുമ്പോൾ അവന്റെ മുഖത്തേക്ക് ഞാൻ പുച്ഛത്തോടെ നോക്കി. ആ മുറിയിൽ നിന്നും മാലയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കേൾക്കുന്നവർക്കൊരു കഥയും അനുഭവിച്ചവന് അവന്റെ ജീവിതവും. അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മാല അവളുടെ വീട്ടിൽ കൊണ്ടുപോയി അവളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. ശേഷം ഒന്നും പറയാൻ തോന്നിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. തൊട്ടടുത്ത ദിവസമായിരുന്നു ഒരു പോലീസ് ജീപ്പ് എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നത്. അത് കണ്ട സമയത്ത് തന്നെ അമ്മ ആകെ വിരണ്ടിരുന്നു. അച്ഛൻ ചെറിയൊരു ഭയത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. നിങ്ങളുടെ മോനില്ലേ ഇവിടെ? അവനെന്ന് വിളിച്ചേ. എന്താ സാറേ, എന്താ പ്രശ്നം? അതൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പൊട്ടിച്ചിട്ട് അവനോട് തന്നെ പറഞ്ഞോളാം. നിങ്ങൾ അവനെ വിളിക്ക്. ഈ ഒരു കഥയുടെ 2ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.